ഒരു ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 39 ഇൻ ആൾ ആണെങ്കിൽ കണ്ടക്ടർ ഉള്ള വാഹനത്തിൽ അതിനെ എങ്ങനെ വേർതിരിച്ച് പറയാം? ടോറസ് വാഹനങ്ങളുടെ GVW എത്രയാണ്? ചോദ്യങ്ങൾ ഒട്ടനവധിയാണ്. അതിനു മുമ്പ് ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡ്രൈവർ തസ്തികയിലേക്ക് വേണ്ടി 2014 ചോദിച്ച 50 ട്രേഡിലെ ചോദ്യമാണ്. അപ്പോൾ ചോദ്യങ്ങളെ സംബന്ധിച്ച് PSC കൊടുക്കുന്ന ആൻസറും യഥാർത്ഥ ആൻസറും തമ്മിൽ ഒത്തിരി വ്യത്യാസമൊക്കെ ആ സമയത്തും ഈ സമയത്തും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ കമൻറ്റ് ബോക്സിൽ യഥാർത്ഥ ആൻസർ ഏതൊക്കെ ആയിരിക്കാം എന്നുകൂടെ ഒന്ന് നമ്മൾ ചർച്ച ചെയ്ത് വേണം ഒന്ന് മുന്നോട്ട് പഠിക്കുവാൻ വേണ്ടി. ഒരുപാട് മുൻകാല ചോദ്യങ്ങളും ഇപ്പോഴത്തെ ചോദ്യത്തിലും ഒരുപാട് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പോലീസ് ഡ്രൈവറിനും കുറച്ച് ആൻസർ ഉള്ള ചോദ്യവും കുറച്ച് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യ ചോദ്യം, ഹെവി വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി, 12,000 കിലോഗ്രാമിന് മുകളിൽ ഉള്ള വാഹനങ്ങളെയാണ് ഹെവി വാഹനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വാഹനങ്ങളെ മൊത്തം 3ആയിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. LMV, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആകുമ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 7,500 ആയിരിക്കും. 7,500 അതിൽ താഴെ ഭാരമുള്ള വാഹനങ്ങളെയാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത്. അടുത്തുള്ളത് മീഡിയം മോട്ടോർ വെഹിക്കിളാണ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 7,500-നും ഈ പറഞ്ഞ 12,000-നും ഇടയിലായിരിക്കും അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഹെവി വാഹനങ്ങൾ 12,000-ന് മുകളിൽ ഭാരമുള്ള വാഹനങ്ങൾ. അടുത്ത ചോദ്യം, ഹെവി വാഹനങ്ങളുടെ പുതിയ വേഗത കേരളത്തിലെ ഹൈവേയിൽ എത്രയാണ്? അപ്പോൾ കേരളത്തിലെ ഹൈവേ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഹൈവേ ആണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് ഹൈവേയിൽ ഹെവി വാഹനങ്ങളുടെ വേഗത ഓപ്ഷൻ എ തന്നെയാണ്, 60 km/h. അപ്പോൾ ശ്രദ്ധിക്കുക, നാഷണൽ ഹൈവേയിലും സ്റ്റേറ്റ് ഹൈവേയിലും ഹെവി വാഹനങ്ങളുടെ വേഗത എന്ന് പറയുന്നത് 60 തന്നെയാണ്. പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി 4 ലൈനിൽ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വേഗത ആയ 65 km/h ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ ആവശ്യമുള്ളവ. ഓപ്ഷൻസ് എ, ഹെവി ലൈസൻസ്. ഓപ്ഷൻ ബി, ബാഡ്ജ്. ഓപ്ഷൻ സി, എയും ബിയും. ഓപ്ഷൻ ഡി, എല്ലാ വാഹനങ്ങളുടെ ലൈസൻസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ ബാഡ്ജ് നിർബന്ധമാണ്, ഹെവി ലൈസൻസും നിർബന്ധമാണ്. അപ്പോൾ ഇതുവരെ ബാഡ്ജിൻ്റെ കാലാവധി 3 വർഷമായിരുന്നു. ഇപ്പോൾ അത് 5 വർഷം ആക്കിയിട്ടുണ്ട് എന്നും ഓർക്കുക. അടുത്ത ചോദ്യം, ഹെവി പാസഞ്ചർ വാഹനങ്ങളുടെ സിറ്റിയിൽ വേഗത എത്രയാണ്? അപ്പോൾ ഹെവി പാസഞ്ചർ വാഹനങ്ങളുടെ സിറ്റിയിൽ എത്രയാണ്? ഓപ്ഷൻ ഡി, 40 km/h ആണ്. അപ്പോൾ ഈ സിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിറ്റി ആവാം, കോർപ്പറേഷൻ ആവാം, മുനിസിപ്പാലിറ്റി ആവാം. ഇവിടെ മൊത്തത്തിൽ ഹെവി പാസഞ്ചർ വാഹനങ്ങളുടെ മാക്സിമം വേഗത പരിധി എത്രയാണ്? 40 km/h ആണെന്നും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തെ എങ്ങനെ തിരിച്ചറിയാം? ഓപ്ഷൻ ഡി, വാഹനത്തിൻ്റെ നമ്പർ ബോർഡ് നോക്കി അത് തിരിച്ചറിയാം. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് വാഹനം എന്തായിരിക്കും നമ്പർ പ്ലേറ്റിൻ്റെ പ്രത്യേകത? മഞ്ഞ പ്രതലത്തിൽ ബ്ലാക്ക് ലെറ്ററിൽ എഴുതിയിരിക്കും. അതാണ് ഒരു ട്രാൻസ്പോർട്ട്. ഇനി പ്രൈവറ്റ് വാഹനമാണെങ്കിൽ എന്താ? വെള്ള പ്രതലത്തിൽ ബ്ലാക്കിൽ എഴുതിയിരിക്കും. അപ്പോൾ അതും അവിടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഹെവി വാഹനത്തിൻ്റെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് എന്ത് സിസ്റ്റം ഉപയോഗിച്ചാണ്? എയർ ബ്രേക്ക് സിസ്റ്റം. അപ്പോൾ നമുക്കെല്ലാം അറിയാം, ഹെവി വാഹനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നിശ്ചിത സമയം ഓണാക്കിയൊക്കെ ഇട്ടിരിക്കും. അത് ഈ ബ്രേക്കിംഗ് ഒന്ന് എഫിഷ്യൻ്റായിട്ട് അതിൻ്റെ ടാങ്കിൽ എയർ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സൊക്കെയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഹെവി വാഹനത്തിൻ്റെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് എയർ ബ്രേക്ക് സിസ്റ്റമാണ്. ABS എന്താണ്? ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. എല്ലാ ചോദ്യത്തിലുമുള്ള പൊതുവായ ചോദ്യം. ABS എന്താണ്? ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? 4 വീലുകളിലും തുല്യമായി ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കുക.
അങ്ങനെ കൊടുക്കുമ്പോൾ വാഹനം സ്കിഡ് ചെയ്യുന്നത് ഒഴിവായി കിട്ടും. അടുത്ത ചോദ്യം, ഒരു സാധാരണ ലോറിയിൽ GVW എന്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 16,200 കിലോഗ്രാം, എത്ര ചക്രങ്ങളുണ്ട്? 6 ചക്രങ്ങൾ. ഇനി ടാറസൊക്കെ നോക്കുവാണെങ്കിൽ എത്രയാണ്? ബാക്കിൽ തന്നെ 8 വീലുണ്ട്, ഫ്രണ്ടിൽ 2, 10. ടോറസ് എടുക്കുകയാണെങ്കിൽ 10 ആണ്. ഡീസൽ എൻജിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഡീസൽ എൻജിൻ എങ്ങനെയാണ്? കംപ്രഷൻ ഇഗ്നീഷൻ സിസ്റ്റം, CI എൻജിൻ ഉദാഹരണമാണ് ഡീസൽ എൻജിൻ. അടുത്ത ചോദ്യമുണ്ട്, പെട്രോൾ എൻജിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ്? കംപ്രഷൻ സ്പാർക്ക് ഇഗ്നീഷൻ, SI എൻജിൻ. അപ്പോൾ ഡീസൽ എൻജിൻ CIയും പെട്രോൾ എൻജിൻ SI എൻജിനുമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പവർ സ്റ്റിയറിംഗ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ്? ഹൈഡ്രോളിക് സിസ്റ്റമാണ്. അപ്പോൾ പവർ സ്റ്റിയറിംഗിന്റെ പ്രവർത്തന തത്വം ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ചാണ് അത് വർക്കിംഗ് ആകുന്നത്. ഒരു ബസ്സിന്റെ സിറ്റിംഗ് കപ്പാസിറ്റി 39 ഇൻ ആൾ ആണെങ്കിൽ കണ്ടക്ടർ ഉള്ള വാഹനത്തിൽ ഇതിനെ എങ്ങനെ വേർതിരിച്ച് പറയാം? 37+2. ശ്രദ്ധിക്കുക, അപ്പോൾ ഡ്രൈവറിനെ മാറ്റിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും കൂടി ഉള്ളത് കൊണ്ട് അവിടെ ഒരു 2 ആളായിട്ടുണ്ട്. ബാക്കിയുള്ള പാസഞ്ചർ 37. ടോട്ടൽ കപ്പാസിറ്റി 39. അടുത്ത ചോദ്യം, ടോറസ് വാഹനങ്ങളുടെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW എത്രയാണ്? 25,000 കിലോഗ്രാമിന് മുകളിലാണ്. അടുത്ത ചോദ്യം, ഒരു ബസ്സിന്റെ സിറ്റിംഗ് കപ്പാസിറ്റി 39 ആണെങ്കിൽ എത്ര പേരെ കൂടി നിർത്തിക്കൊണ്ടു പോകാം? അപ്പോൾ സിറ്റിംഗ് കപ്പാസിറ്റിയുടെ 25% ആൾക്കാരെ കൂടെ നിർത്തിക്കൊണ്ട് പോകാം. ഒരു വാഹനത്തിന്റെ മെയിൻ്റനൻസ് എങ്ങനെയെല്ലാം ഉണ്ട്? ഓപ്ഷൻസ് നോക്കാം. ദിവസവും നോക്കുന്നവ, പീരിയോഡിക്കലായി ചെയ്യുന്നവ, വർഷത്തിൽ ചെയ്യുന്നവ, ഇവയെല്ലാം. അപ്പോൾ PSCയുടെ മിക്ക ചോദ്യങ്ങളിലും അല്ലെങ്കിൽ മെക്കാനിക്കൽ റിലേറ്റഡുമായ മിക്ക ചോദ്യങ്ങളിലും all of the above അല്ലെങ്കിൽ ഇവയെല്ലാം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏകദേശം എല്ലാം ആൻസർ. അടുത്ത ചോദ്യം, PSI എന്നാൽ എന്ത്? ഓപ്ഷൻ ബി, എയർ പ്രഷർ അളക്കുന്ന യൂണിറ്റ് ആണ് PSI. അപ്പോൾ എയർ പ്രഷർ അളക്കുന്ന യൂണിറ്റ് ആണ് PSI എന്ന് പറയുന്നത്. എന്താണ് PSIയുടെ ഫുൾ ഫോം? പൗണ്ട് ഫോഴ്സ് പെർ സ്ക്വയർ ഇഞ്ച് ആണ്. പൗണ്ട് ഫോഴ്സ് പെർ സ്ക്വയർ ഇഞ്ച്. റേഡിയേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ ഓപ്ഷൻസ് 2 ഓപ്ഷൻ ഏകദേശം റിലേറ്റഡ് ആയിട്ട് വരും. എന്നാൽ PSC കൊടുത്ത ആൻസർ ഓപ്ഷൻ C ആണ്, എഞ്ചിന്റെ ചൂട് തണുപ്പിക്കാൻ. ഓപ്ഷൻ ബി നോക്കാം, വെള്ളത്തിന്റെ ചൂട് തണുപ്പിക്കാൻ. യഥാർത്ഥത്തിൽ ഈ റേഡിയേറ്ററിൽ ഒഴിക്കുന്ന കൂളന്റ് അല്ലെങ്കിൽ വാട്ടർ, അതിനെയാണ് ഈ റേഡിയേറ്റർ ആദ്യം തണുപ്പിക്കുന്നത്. ആ തണുപ്പ് ഉപയോഗിച്ചാണ് എഞ്ചിന്റെ ചൂട് യഥാർത്ഥത്തിൽ തണുപ്പിക്കുന്നത്. ഫൈനൽ ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ അത് എഞ്ചിന്റെ ചൂട് തണുപ്പിക്കാൻ തന്നെയാണ്. അടുത്ത ചോദ്യം, ബ്രേക്ക് ഷൂ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ബ്രേക്ക് ഡ്രമ്മിലാണ്. അപ്പോൾ ബ്രേക്ക് ഷൂ ഉപയോഗിക്കുന്നത് ബ്രേക്ക് ഡ്രമ്മിലും. എന്നാൽ ബ്രേക്ക് പാഡ് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഡിസ്ക് ബ്രേക്കിലുമാണെന്ന് ഓർക്കുക. കൂളന്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻസ് ഏതന്നെയാണ്? എഞ്ചിന് കൂടുതൽ കൂളിംഗ് കിട്ടുന്നു. ബ്രേക്ക് ലൈനറിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ആസ്ബറ്റോസ്. അപ്പോൾ ബ്രേക്ക് ലൈനറിൽ ഫ്രിക്ഷൻ കൂടുതലുള്ള മെറ്റീരിയലായ ആസ്ബറ്റോസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് എന്തിനാണ്? എഞ്ചിൻ ഓയിലിൻ്റെ അളവ് അറിയാൻ. എഞ്ചിൻ ഓയിലിൻ്റെ അളവ് അറിയാനാണ് ഡിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്. ഡീസൽ ടാങ്ക് കപ്പാസിറ്റി ഹെവി വാഹനത്തിൽ എത്രയാണ്? ഓപ്ഷൻസ് ഡി, 180 ലിറ്റർ. അപ്പോൾ ഇതൊക്കെ റെയറായിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. എന്താണ് ഡീസൽ ടാങ്ക്? അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 180 ലിറ്റർ. ബസ്സിൻ്റെ ഗാങ് വേ എന്നാൽ എന്ത്? എന്താണ് ബസ്സിൻ്റെ ഗാങ് വേ എന്ന് പറയുന്നത്? ബസ്സിലെ ഇരുവശത്തുമുള്ള സീറ്റുകൾ തമ്മിലുള്ള അകലത്തെയാണ് ഗാങ് വേ എന്ന് പറയുന്നത്. എന്താണ്? ബസ്സിലെ നമ്മൾ 2 വശത്തും സീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ആ സഞ്ചരിക്കുന്ന പാത അല്ലെങ്കിൽ ആ 2 സീറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഗാങ് വേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ഹെവി വാഹനത്തിൻ്റെ കൂടിയ ഉയരം എത്രയാണ്? ഓപ്ഷൻ സി, 3.8 മീറ്റർ.
ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ കൂടിയ വീതി എത്രയാണ്? 2.6 മീറ്ററാണ്, 260 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒരു LGV വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ, LGV എന്താണ്? ലൈറ്റ് അല്ല, ലാർജ് ഗുഡ് വെഹിക്കിളിനെയാണ് LGV എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വീൽ ബേസ് എന്താണ്? ഓപ്ഷൻ സി, ഒരേ സൈഡിൽ വരുന്ന മുന്നിലെയും പിന്നിലെയും വീലുകൾ തമ്മിലുള്ള അകലം. അതായത് മുന്നിലത്തെയും പിന്നിലത്തെയും ഒരേ സൈഡിൽ വരുന്ന വീലുകൾ തമ്മിലുള്ള അകലത്തെയാണ് വീൽ ബേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. GVW എന്താണ്? 77. ഓപ്ഷൻ ബി ആണ് PSC കൊടുത്ത ആൻസർ. ഒരു വാഹനത്തിൽ കയറ്റാവുന്ന കൂടിയ ഭാരം. എന്നാൽ GVW പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ഒരു വാഹനവും ആ വാഹനത്തിൻ്റെ വെയിറ്റും അതിലെ കയറ്റാവുന്ന മാക്സിമം ഭാരത്തിൻ്റെയും കൂടെ അളവിനെയാണ് ഗ്രോസ് വെഹിക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ULW എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ULW എന്ന് പറയുന്നത് അൺലാഡൻ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ കെർബ് വെയിറ്റ് എന്ന് പറയും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ സി ആണ്, ഒരു വാഹനത്തിൻ്റെ ലോഡില്ലാതെയുള്ള വാഹനത്തിൻ്റെ മാത്രം ഭാരം. ഈ ഭാരം കണക്കാക്കുമ്പോൾ അതിൽ 90% ഫ്യൂവലിൻ്റെ കണക്കും ഉണ്ടായിരിക്കും, ആക്സസറീസ് ഒന്നും ഉൾപ്പെടില്ല. അടുത്ത ചോദ്യം, ഓവർ ഹാങ് എന്നാൽ എന്ത്? ഓപ്ഷൻ സി, ഒരു വാഹനത്തിൻ്റെ പിറകിലെ വീലിൽ നിന്ന് പിറകു വശത്തേക്ക് വരെയുള്ള ദൂരത്തിനെയാണ് ഓവർ ഹാങ് എന്ന് പറയുന്നത്. ഓവർ ഹാങ് എത്ര വരെയാകാം? വീൽ ബേസിൻ്റെ 60%. അപ്പോൾ ഓവർ ഹാങ് എത്ര വരെയാകാം? വീൽ ബേസിൻ്റെ 60%. അപ്പോൾ വീൽ ബേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരേ സൈഡിലുള്ള മുൻചക്രവും പിൻചക്രവും തമ്മിലുള്ള ദൂരത്തിനെയാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു വാഹനത്തിൽ കയറ്റാവുന്ന കൂടിയ ഭാരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്? പെർമിറ്റ് രേഖയിൽ. പെർമിറ്റിൻ്റെ കാലാവധി എത്രയാണ്? ഓപ്ഷൻസ് ഡി, ഇതൊന്നുമല്ല, 5 വർഷത്തേക്കാണ് പെർമിറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. സ്പീഡ് ഗവർണർ കേരളത്തിൽ ഏതൊക്കെ വാഹനങ്ങൾ നിഷ്കർഷിച്ചിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം ഏതൊക്കെയാണ്? പാസഞ്ചർ ബസ്സിൽ, ഹെവി ഗുഡ്സ് വാഹനത്തിൽ, കുട്ടികളെ കയറ്റാവുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള വാഹനങ്ങൾ. ഇവയിലെല്ലാം സ്പീഡ് ഗവർണർ അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം, സ്പീഡ് ഗവർണറിൽ വേഗത നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? ഫ്യൂവലിനെ നിയന്ത്രിച്ചാണ്, ഇന്ധനത്തിനെ നിയന്ത്രിച്ചാണ് സ്പീഡ് ഗവർണർ പ്രവർത്തിക്കുന്നത്. ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് എടുക്കാൻ LMVയുടെ ലൈസൻസ് ആവശ്യമുണ്ടോ? ഉണ്ട്. LMV എടുത്ത് 1 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹെവി ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹെവി വാഹനങ്ങളുടെ ലൈസൻസ് കിട്ടാനുള്ള കുറഞ്ഞ പ്രായപരിധി 20 വർഷം. LMVയുടെ ലൈസൻസ് എടുത്ത് എത്ര നാൾ കഴിഞ്ഞാലാണ് ഹെവി ലൈസൻസ് എടുക്കാൻ സാധിക്കുന്നത്? 1 വർഷം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, 18 വയസ്സാകുമ്പോൾ LMV നമുക്ക് എടുക്കാം. എന്നാൽ 20 വയസ്സാവുമ്പോൾ മാത്രമേ നമുക്ക് ഹെവി ലൈസൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അവയ്ക്കിടയിലുള്ള കാലാവധി 2 വർഷമാണ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ചോദ്യവും അല്പം തെറ്റാണ് എന്നോർക്കുക. ഹെവി ലൈസൻസ് പുതുക്കുമ്പോൾ ഏതൊക്കെ രേഖകളാണ് വേണ്ടത്? കണ്ണിൻ്റെ കാഴ്ചശക്തി പരിശോധിച്ച രേഖ വേണം, മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ രേഖയും വേണം. ഓപ്ഷൻ സി ആണ് ആൻസർ, എയും ബിയും. ഹെവി വാഹനങ്ങൾ 4 നിരയുള്ള റോഡിൽ ഏത് ഭാഗത്തു കൂടിയാണ് സഞ്ചരിക്കേണ്ടത്? ഇടതുവശം. മദ്യപിച്ച് വാഹനം ഓടിച്ചാലുള്ള കുറ്റം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, എയും സിയും. അതായത് ലൈസൻസിന് ശിക്ഷ വരാം, ഫൈൻ അടയ്ക്കേണ്ടി വരും. IPC 304A സെക്ഷൻ എന്താ പറയുന്നത്? അപകടത്തിൽ ആൾ മരിച്ചാൽ ഒരു ബസ്സിൻ്റെ ടാക്സ് അടയ്ക്കാനുള്ള ഗ്രേസ് പീരീഡ്, അതായത് ഒരു ടാക്സ് കാലാവധി കഴിഞ്ഞു എന്നാലും അത് ഇത്ര ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അത് എത്ര ദിവസം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി 45 ദിവസം. അപ്പോൾ ശ്രദ്ധിക്കുക, ബസ്സിൻ്റെ ടാക്സ് 45 ദിവസവും. തൊട്ടടുത്തൊരു ചോദ്യമുണ്ട്, ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിനാണെങ്കിൽ അതിൻ്റെ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് 30 ദിവസവുമാണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള കുറഞ്ഞ യോഗ്യത 8ാം ക്ലാസ് പാസ്സായിരിക്കണം. നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസിൻ്റെ കാലാവധി ഓപ്ഷൻ സി ആണ്, 20 വർഷത്തേക്കോ 50 വയസ്സ് എത്തുന്നത് വരെയോ ഏതാണോ ആദ്യം അതാണ്
നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസിന്റെ കാലാവധി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹെവി വാഹനത്തിന്റെ പുറകിൽ ഒട്ടിക്കുന്ന റിഫ്ലക്ടറിന്റെ കളർ എന്താണ്? റെഡ് ആണ്. ഓപ്ഷൻ സി ചുവപ്പ്. ചുവപ്പ് ലൈറ്റ് റോഡിൽ ഇടവിട്ട് കത്തിയാൽ എന്ത് ചെയ്യണം? വാഹനം നിർത്തി മറ്റു വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതാണ് ചുവപ്പ് ലൈറ്റ് ഇടവിട്ട് കണ്ടാൽ, അവിടെ ഇങ്ങനെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് അപകട സാധ്യത മേഖല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ എന്താണ് ചെയ്യേണ്ടത്? വാഹനം നിർത്തി മറ്റു വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തണം. അടുത്ത ചോദ്യം, ഇൻഷുറൻസ് രേഖയുടെ കാലാവധി. അപ്പോൾ ഇൻഷുറൻസ് രേഖയുടെ മുൻപ് 1 വർഷമായിരുന്നു. ഇപ്പോൾ പല കാറ്റഗറിയിലുമുണ്ട്. 5 വർഷത്തേക്കുണ്ട്, 3 വർഷത്തേക്കുണ്ട്, 1 വർഷത്തേക്കും ഉണ്ട്. പുക പരിശോധന രേഖയുടെ കാലാവധി 6 മാസം തന്നെയാണ്. പുതിയ വാഹനമായാൽ 1 വർഷം കഴിഞ്ഞ് ആണ് അടുത്തത് എടുക്കേണ്ടത്. അപ്പോൾ പുതിയ വാഹനമാണെങ്കിൽ 1 വർഷവും, അത് കഴിഞ്ഞാൽ ഓരോ 6 മാസവും. ഫിറ്റ്നസ് രേഖയുടെ കാലാവധി എത്രയാണ്? ഓപ്ഷൻ എ ആണ്. പുതിയ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ തീയതി തുടങ്ങി 2 വർഷത്തേക്കും പഴയ വാഹനങ്ങൾക്ക് 1 വർഷത്തേക്കുമാണ് ഫിറ്റ്നസ് ടെസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം നോക്കുമ്പോഴും കുറച്ച് ഒന്ന് നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റൊക്കെ ഉണ്ട്. അതായത് ഈ ചോദ്യത്തിൽ നിന്നും കുറേ ചോദ്യങ്ങൾ ഇനി ആവർത്തിക്കും. അപ്പോൾ ഇതിലും കുറച്ച് റയർ ചോദ്യങ്ങളാണ് കണ്ടത്. അപ്പോൾ നമ്മളിത് 7ാമത്തെ ചോദ്യ സെറ്റാണ്. നമ്മളൊരു 15 ചോദ്യ സെറ്റാവുമ്പോൾ ഏകദേശം ട്രേഡിൽ 50-ൽ 45 മേടിക്കേണ്ട ഒരു നിലയിൽ എത്തും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.